മുഖ്യമന്ത്രി അവിടെ ഒന്നും പോയില്ല എന്നുള്ള അല്ല, സിദ്ധാർത്ഥന്റെ മരണം തെറ്റായിരുന്നുവെന്നും അതിൽ പ്രതികളായ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള തീരുമാനമാണ് LDF എടുത്തിരിക്കുന്നത്. ഒരിക്കലും എസ് എഫ് ഐയുടെ നിലപാടിന് അവിടെ നടന്ന ഇതിനെ ഒരാൾ ന്യായീകരിച്ചിട്ടില്ല. ആര് തെറ്റ് ചെയ്താലും അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കും എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഒറ്റക്കാര്യം അല്ല, അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ പറയുന്ന വളരെ സമാധാന അന്തരീക്ഷമാണല്ലോ ഉത്തരേന്ത്യയിൽ. ഇപ്പൊ പറഞ്ഞല്ലോ, ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. നിങ്ങൾ അങ്ങനെ ബഹളം വെച്ചോണ്ടൊന്നും ഇത് അവസാനിക്കില്ല. ഇവിടെ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു കാര്യം അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞു. നടപടി സ്ഥിരമായി നോക്കൂ. നിങ്ങള് സ്ഥിരമായിട്ട് നൂറുകണക്കിന് ആളുകളെ തല്ലിക്കൊല്ലുന്ന സംസ്ഥാനങ്ങളാ UP ഉത്തരേന്ത്യയില്. യെസ് അതെ അല്ല, ഞാൻ മറുപടി പറയണം. അവര് പറഞ്ഞത് എങ്ങനെയാ? അല്ല, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വിലക്കയറ്റത്തെ കുറിച്ച് ആ സുഹൃത്ത് പറഞ്ഞു. രാജ്യത്തെ വിലക്കയറ്റത്തിന്റെ സ്ഥിതി എന്താ സുഹൃത്തെ? രാജ്യത്തെ വിലക്കയറ്റത്തിന്റെ സ്ഥിതി എന്താ? 50 രൂപയ്ക്ക് പെട്രോൾ നിജപ്പെടുത്തുമെന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി 10 കൊല്ലം മുമ്പ്. ഇപ്പൊ പെട്രോളിന്റെ വില എന്താ? കുക്കിംഗ് ഗ്യാസിന് 400 രൂപയായിരുന്നു 2014. ഇപ്പൊ എന്താ വില? ഈ നാട്ടിലെ വിലക്കയറ്റത്തിന്റെ കാരണക്കാരൻ നരേന്ദ്രമോദിയാണ്. കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളാണ്. ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് മുഴുവൻ വിലക്കയറ്റം ഉണ്ടാവുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള വിലക്കയറ്റം മാത്രമേ കേരളത്തിൽ വന്നു, ശബരിമല വന്നു, മറ്റു